അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇതുവരെ 1,00,000-ലധികം വിസകൾ റദ്ദാക്കിയതായാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ കർശനമായ നടപടികൾ തുടരുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഇരകളിൽ നല്ലൊരു ഭാഗവും ഇന്ത്യക്കാരാണെന്ന സത്യവും ഇതോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അനുസരിച്ച് വിസ ശുദ്ധീകരണത്തിൽ 8,000 വിദ്യാർത്ഥികളും 2,500 സ്പെഷ്യലൈസ്ഡ് തൊഴിലാളികളും ഉൾപ്പെടുന്നുവെന്നാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളുടെ നാടുകടത്തൽ പരിപാടിക്ക് മേൽനോട്ടം വഹിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് ട്രംപ് 2024 വീണ്ടും തെരഞ്ഞെടുപ്പിനായി പ്രചരണം നടത്തിയിരുന്നത്. 2025 ജനുവരി 20-ന് അദ്ദേഹം 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു അമേരിക്കയുടെ പ്രസിഡന്റായി മാറി. എന്നാൽ ട്രംപിന്റെ വ്യാപകമായ സമീപനം കുറ്റവാളികളെയും കുറ്റവാളികളല്ലാത്തവരെയും ഒരുപോലെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നാണ് വിമർശകർ വാദിക്കുന്നത്. ട്രംപ് ഭരണകൂടം വിയോജിപ്പുള്ള വീക്ഷണങ്ങൾ പുലർത്തുന്ന വിസ ഉടമകളെ ലക്ഷ്യമിടുകയും ചെയ്യുന്നതായും ആരോപണങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട്. അമേരിക്കയിലെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1,00,000-ലധികം വിസകളാണ് റദ്ദാക്കിയത്. ഇത് ഇന്ത്യൻ IT പ്രൊഫഷണലുകളെയും വിദ്യാർത്ഥികളെയും വലിയ രീതിയിലാണ് ബാധിച്ചത്. നിരവധി നിയന്ത്രണങ്ങൾ ഈ ഘട്ടത്തിൽ അമേരിക്ക കൊണ്ടുവന്നു. അതിലൊന്നാമത്തെ കാര്യമാണ് H-1B വിസയിലെ നിയന്ത്രണങ്ങൾ. H-1B വിസകളുടെ പ്രീമിയം പ്രോസസ്സിംഗ് ഫീ 2026 മാർച്ച് മുതൽ $2,965 വർദ്ധിപ്പിച്ചു. കൂടാതെ പുതിയ പെറ്റീഷനുകൾക്ക് അധിക തുക ഈടാക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുകയാണ്. മറ്റൊന്ന് സോഷ്യൽ മീഡിയ പരിശോധനയാണ്. വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കർശനമായി പരിശോധിക്കുന്നത് ഇന്ത്യൻ അപേക്ഷകരുടെ ഇന്റർവ്യൂ 2026 പകുതിയോളം നീണ്ടുപോകാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. സർവകലാശാല പരിസരങ്ങളിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്ന നടപടിയും ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വലിയ രീതിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ സ്വപ്നഭൂമിയായിരുന്ന അമേരിക്ക ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കടുത്ത വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇപ്പോൾ കൂടുതലായി പോകാൻ ആഗ്രഹിക്കുന്നതും പോകുന്നതും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അമേരിക്കയിലെ അനിശ്ചിതത്വം, ഗൾഫിലെ ഉദാരമായ പുതിയ നയങ്ങളുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. GCC ഏകീകൃത വിസ വരുന്നത് ഈ ഗൾഫിലേക്കുള്ള കുടിയേറ്റത്തിന് പ്രധാനമായും കാരണമാകുന്നുണ്ട്. യൂറോപ്പിലെ ഷെങ്കൻ വിസ പോലെ സൗദി, UAE ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിലേക്ക് ഒറ്റ വിസയിൽ യാത്ര ചെയ്യാവുന്ന സംവിധാനം 2026 പൂർണ്ണമായി നിലവിൽ വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതുപോലെ UAE ഗോൾഡൻ വിസയുടെ വ്യാപനം കൂടുതൽ പേരെ ഈ രാജ്യങ്ങളിലേക്കൊക്കെ ആകർഷിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. IT വിദഗ്ധർക്ക് പുറമെ അധ്യാപകർ, നഴ്സുമാർ, കണ്ടന്റ് ക്രിയേറ്റർമാർ എന്നിവർക്കും UAE ഗോൾഡൻ വിസ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലളിതമായ വിസ നടപടികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതെന്നത് വലിയ ഒരു ആകർഷണ ഘടകമാണ്. അമേരിക്ക, UK വിസയുള്ള ഇന്ത്യക്കാർക്ക് UAEയിൽ എത്തുമ്പോൾ തന്നെ വിസ ഓൺ അറൈവൽ സൗകര്യവും ഇപ്പോൾ നൽകുന്നുണ്ട്. ഇത് വിപുലമാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ വിസ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്കിടയിൽ ഗൾഫിലേക്കുള്ള താല്പര്യം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ അമേരിക്ക ലക്ഷ്യം വെച്ചിരുന്ന IT പ്രൊഫഷണലുകൾ ഇപ്പോൾ ദുബായിലേക്കും റിയാദിലേക്കുമാണ് ചുവട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെയും ബിസിനസ് യാത്രക്കാരുടെയും എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് 24% വർധനമാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ സർവകലാശാലകളിലെ കടുത്ത നിയമങ്ങൾ കാരണം ഗൾഫിലെ വിദേശ സർവകലാശാല ക്യാമ്പസുകളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.